സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ സ്ഥലം കൊടൈക്കനാൽ. ഹിമാലയത്തിലെ സുഖവാസ കേന്ദ്രങ്ങൾ: മസൂറി, നൈനിറ്റാൾ, റാണിഹട്ട്, ആൽമോറ, ബദ്രിനാഥ്, ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്. ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ. ഗുൽമാർഗ്, പഹാലം, സോനാമാർഗ്, ശ്രീനഗർ, ജമ്മു ആൻഡ് കാശ്മീർ. സിംല, ചമ്പ, ധർമ്മശാല, ലാഹോൾ, സ്പിതി, ഡൽഹൌസി, ഹിമാചൽ പ്രദേശ്. തബാങ്, അരുണാചൽ പ്രദേശ്. മീഡോ ഓഫ് ഗോൾഡ്, സ്വർണ്ണപ്പുൽമേട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമർഗ്. പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിൽ. ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേടുകൾ മെർഗ്, കാശ്മീർ. ബൂഹൽ പയാർ, ഉത്തരാഖണ്ഡ്. സിബാലിക്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ സിബാലിക്. സിബാലിക് നിരകളുടെ ശരാശരി ഉയരം 1220 മീറ്റർ. ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര സിബാലിക്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര സിബാലിക്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര സിബാലിക്. സിബാലിക് മലനിരകൾക്ക് സമാന്തരമായി 8 മുതൽ 10 കിലോമീറ്റർ വരെ പാറക്കഷ്ണങ്ങളാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശം ഫാവാർ. സിബാലിക്കിൻ്റെ താഴെ നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പാറകളും കളിമണ്ണും നിറഞ്ഞ പ്രദേശം ഫാവാർ. ഫാവാർ പ്രദേശത്തിന് തെക്കായി 10 മുതൽ 20 കിലോമീറ്റർ വരെ സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന പതിപ്പ് പ്രദേശം ടെറായി. ഫാവാർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശം ടെറായി. ദൂപ്ത ദേശീയോദ്യാനം ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ടെറായി. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട സസ്യജന്തുക്കളുടെ ആവാസ കേന്ദ്രം ടെറായി. സിബാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷിരീതി തട്ടുതട്ടായുള്ള കൃഷിരീതി. ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനം. നദീതാഴ്വരകളെ അടിസ്ഥാനമാക്കി സർ സിഡ്നി ബെർണാൾഡ് ഹിമാലയത്തെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം സിന്ധു നദി മുതൽ സത്ലജ് നദി വരെ ഏകദേശം നീളം 500 കിലോമീറ്റർ. കൊമ്യൂൺ ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെ ഏകദേശം 320 കിലോമീറ്റർ. നേപ്പാൾ ഹിമാലയം കാളി നദി മുതൽ തിസ്ത നദി വരെ ഏകദേശം നീളം 800 കിലോമീറ്റർ. ആസാം ഹിമാലയം തിസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം നീളം 720 കിലോമീറ്റർ. സിബാലിക് നിരകളിൽ കൃഷി ചെയ്യുന്ന വിളകൾ നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം. അരുണാചൽ പ്രദേശിലെ ദാഫ്ല, മിറി, മിഷ്മി, അബോർ എന്നീ മലകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സിബാലിക്. സിബാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായ താഴ്വര ഡൂണുകൾ. പ്രധാന ഡൂണുകൾ ഡെറാഡൂൺ, കോട്ട്ലി ഡൂൺ, പട്ട്ലി ഡൂൺ. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ. ഡൂൺസ് താഴ്വരയിലെ പ്രധാന വൃക്ഷം സാൽ മരങ്ങൾ. കിഴക്കൻ മലനിരകൾ പൂർവാചൽ. ഉത്തര പർവ്വതമേഖലയിലെ വടക്ക് കിഴക്കൻ മലനിരകളിൽ പൂർവാചൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ അറിയപ്പെടുന്ന വിവിധ പ്രദേശ നാമങ്ങൾ: നാഹ കുന്നുകൾ നാഗാലാൻഡ്, മണിപ്പൂർ കുന്നുകൾ ത്രിപുര, കുന്നുകൾ ഖാസി ഗാരോ കുന്നുകൾ മേഘാലയ. ഉത്തരപർവ്വത മേഖലയിൽ നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളിൽ. ഉത്തരപർവ്വത മേഖലയിൽ നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളിൽ. ഇന്ത്യക്കും അരുണാചൽ പ്രദേശ് മ്യാൻമറിനും ഇടയിൽ അന്താരാഷ്ട്ര അതിർത്തിയിലായി നിലകൊള്ളുന്ന പർവ്വതഭാഗം പത്കായ്-ബൂം. ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിലുള്ള നിർമറിയായി നിലകൊള്ളുന്ന കുന്നുകൾ പത്കായ്-ബൂം, നാഹ കുന്നുകൾ.